പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് വീണ്ടും എത്തുകയാണ്. ഈ മാസം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കാര്യം എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. മുത്തിനെ നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹത്തോട് ഇരുന്നിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. എന്നാലും നമ്മൾ മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രത്യേക സ്നേഹം തോന്നുന്നില്ലേ? മുത്തിനെ എത്ര സ്നേഹിച്ചിട്ടും നമുക്ക് മതി വരില്ല. ആ സ്നേഹത്തിൻ്റെ ഒരു ചെറിയ പ്രകടനം കൂടിയാകട്ടെ നമ്മുടെ ഈ റബീഉൽ അവ്വൽ. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നത്. റബീഉൽ അവ്വൽ ഇന്നെത്തി. ഈ റബീഉൽ അവ്വൽ നമുക്കൊരു സലാത്ത് ചലഞ്ച് തുടങ്ങിയാലോ? വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ദിവസത്തിലെ കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി നമ്മുടെ മുത്തിനെ നമുക്ക് സ്നേഹിക്കാൻ ഒരു അവസരം. നമ്മുടെ ഹൃദയത്തെ നമ്മുടെ നബിയുടെ ഓർമ്മയിൽ നിലനിർത്തുക. നമ്മുടെ ഹൃദയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മയിൽ നിലനിർത്തുക. സലാത്തിനെ ശീലിപ്പിക്കുക. അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നു, ഇന്നല്ലാഹ മലായികതുഹു യസ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. തീർച്ചയായും അള്ളാഹു അവൻ്റെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നു. വിശ്വസിച്ചവരെ നിങ്ങളും അദ്ദേഹത്തിൻ്റെ മേൽ സലാമം ചൊല്ലുവിൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു തന്നെ നമ്മോട് മുത്തുനബിയുടെ പേര് സലാത്തും സലാമും ചൊല്ലാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വെറുതെ കളയണോ? റബീഉൽ അവ്വൽ നമുക്ക് മുത്തുനബിയുടെ പേരിൽ കുറച്ച് സലാത്തുകൾ ചൊല്ലാം. എല്ലാവരും ഈ റബീഉൽ അവ്വലിന് മുത്തുനബിയുടെ മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത് ചൊല്ലാൻ ശീലിക്കുക. നമ്മളെല്ലാവരും ഇവിടെ ചെല്ലുമ്പോൾ ഒരുപാട് സലാത്ത് നമ്മുടെ മുത്തുനബി തങ്ങളുടെ റൗള ശരീഫിലെത്തിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് എല്ലാവരും ചേരുക. സലാത്ത് എത്ര വേണമെങ്കിലും ചെയ്യാൻ. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഒരു ദിവസം ഇത്ര എന്ന് വെച്ച് എല്ലാവരും സലാത്ത് ചൊല്ലുക. അതിൽ ഒരു പേപ്പറിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഇത്ര ചൊല്ലി. നമുക്ക് ഒരുപാട് പേര് എല്ലാവരും കൂടെ ചെല്ലുമ്പോൾ ഒരുപാട് സലാത്തുകളാവും. ആ സലാത്തുകൾ ചെയ്യുന്നത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ മതി. എത്രയൊക്കെ സമയങ്ങൾ നമ്മൾ ഒരു ദിവസം വെറുതെ ചിലവഴിച്ച് കളയുന്ന. നമ്മൾ വീട്ടുജോലികൾ ചെയ്യുന്നതിന് കിട്ടുന്ന സമയം മതി. നമ്മൾ യാത്രക്കിടയിൽ കിട്ടുന്ന സമയം മതി. ഉറങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് സമയങ്ങൾ, നമസ്കാരത്തിന് ശേഷം നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോഴുള്ള സമയം, എവിടെയായാലും നമുക്ക് സലാത്ത് ചൊല്ലാം. സലാത്ത് എപ്പോഴും നമ്മുടെ മനസ്സിൽ പറഞ്ഞാലും സലാത്ത് നമുക്ക് ഓതിക്കൊണ്ടിരിക്കും. നാവ് കൊണ്ട് ഉച്ചരിച്ചില്ലെങ്കിൽ മനസ്സിലെങ്കിലും ഓതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അള്ളാഹു എൻ്റെ മേൽ 10 സലാത്ത് ചൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നബിയുടെ പേരിൽ ഒരു സലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൽ നിന്ന് 10 സലാത്തിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര സലാത്ത് ചൊല്ലിയാൽ നമുക്ക് അതിൻ്റെ ഇരട്ടി പ്രതിഫലമല്ലേ കിട്ടുന്നത്? എത്ര വലിയ അനുഗ്രഹമാണ് നമുക്കത് മുതൽ കിട്ടുന്നത്. അതുകൊണ്ട് സലാത്ത് വെറും എണ്ണിപ്പറയുന്ന ഒരു കാര്യമാക്കാതെ സ്നേഹത്തോടെ ചൊല്ലാൻ നമുക്ക്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ സലാത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അടയാളമായി മാറട്ടെ. നമ്മുടെ മുത്തുനബിയുടെ പേരിൽ ഒരു സ്നേഹത്തിൻ്റെ അടയാളമായി മാറാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ, വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണെന്ന് കിട്ടുന്നത്. ഭാവിയെക്കുറിച്ചുള്ള പേടിയൊന്നും മാറിക്കിട്ടും. കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. മക്കളെക്കുറിച്ചുള്ള ചിന്ത, ഉള്ളിൽ പറയാൻ കഴിയാത്ത വിഷമങ്ങൾ, ചിലപ്പോൾ ആരോടും പറയാൻ നമ്മൾക്ക് കരയുന്ന കാര്യങ്ങൾ പോലും ഉണ്ട്. അത്തരം സമയങ്ങൾ കുറച്ച് സമയം എല്ലാം മാറ്റിവെച്ച് നമ്മുടെ മുത്തിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലാം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല, ഒരു നല്ല ശീലമായി അത് മാറും. ഈ റബീഉൽ അവ്വലിന് നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റിയതെന്ന്, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ സമ്മാനം എന്താണെന്ന് നമ്മൾ ഇപ്പോഴേ തീരുമാനിച്ച് വെക്കണം. നമ്മുടെ സലാത്ത്, ആ സലാത്ത് എത്രയെന്ന് വെച്ചാൽ കൂടുതൽ കൊടുക്കുക. റബീഉൽ അവ്വൽ കഴിഞ്ഞാലും സലാത്ത് അവസാനിപ്പിക്കൽ ഈ ഒരു മാസം ഒരു തുടക്കമാകട്ടെ. ഇന്ന് 100 ചൊല്ലിയെങ്കിൽ നാളെ അതേ എണ്ണം വേണമെന്നില്ല. ഒരു ദിവസം കുറഞ്ഞാലും പിറ്റേന്ന് കൂടുന്ന അങ്ങനെ ചെയ്യാം. സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കാൻ ശ്രമിക്കാം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കാനും അദ്ദേഹത്തിൻ്റെ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരാനും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ പാലിക്കാനും അദ്ദേഹത്തോടൊപ്പം ധാരാളം സ്വലാത്ത് ചൊല്ലാനും നമുക്ക് ശ്രമിക്കാം.
സഹോദരങ്ങളെ, സഹോദരികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു ചെറിയ തീരുമാനമെടുക്കുക. ഈ റബീഉൽ അവ്വലിൽ ഞാൻ എത്ര സലാത്ത് കൂടുതൽ ചെല്ലാൻ ശ്രമിക്കാം, എത്രയെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, നിങ്ങളുടെ സമയമനുസരിച്ച്. പക്ഷേ ദിവസം കടന്നു പോകുമ്പോൾ ഒരു സലാത്ത് പോലും പറയാതെ പോകരുത്. നമുക്ക് ശ്രമിക്കാം. ഇനി നമുക്ക് ഒരുമിച്ച് ചെല്ലാം. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ നബീനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ നാവിൽ സ്വലാത്ത് എപ്പോഴും ഉണ്ടാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിനൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നീ വർദ്ധിപ്പിക്കണമേ. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇതൊരു വീഡിയോയായി മാത്രം കാണാതെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലായി സ്വീകരിക്കണം. ഇന്നു മുതൽ സ്വലാത്തിന് വേണ്ടി നിങ്ങളുടെ ദിവസത്തിൽ ഒരു ചെറിയ സമയം മാറ്റിവെക്കൂ. നിങ്ങൾ വീട്ടിലാണെങ്കിൽ, വീട്ടുജോലികൾക്കിടയിലാണെങ്കിൽ, യാത്രയിലാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിന് തോന്നുന്ന ഏത് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൂ. ഇതിൻ്റെ മറ്റൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയുമോ? നമ്മൾ മാത്രം ചൊല്ലിയിട്ട് നിർത്തേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഒരാളോടും പറയാം, ഉമ്മയോട് പറയാം, മക്കളോട് പറയാം, സഹോദരങ്ങളോട് പറയാം, സുഹൃത്തുക്കളോടും പറയാം. ഈ റബീഉൽ അവ്വലിൽ നമുക്ക് സ്വലാത്ത് കൂടുതലാക്കാമെന്ന്. ഒരാൾ നമ്മളെ കേട്ട് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങുകയാണ്. ആ നന്മയുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുമല്ലോ. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റൊരാൾക്ക് കൂടി അയക്കണേ. വെറും വീഡിയോ പങ്കുവയ്ക്കാനല്ല, നല്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. നമ്മുടെ പ്രിയ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളമായി സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിൻ്റെ സ്നേഹവും നിൻ്റെ റസൂലിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബത്തിനും നന്മ നൽകണേ. ഒരു ദിവസം എത്ര സ്വലാത്തെന്ന് വെച്ച് എല്ലാവരും കമൻറ്റ് ചെയ്യൂ. ഇതിൽ പങ്കെടുക്കണേ. നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.